സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഒതുക്കിയിട്ടിരുന്ന കാർ എടുക്കാൻ ഉടമ തിരികെ എത്തിയപ്പോൾ കണ്ടത് ഇതായിരുന്നു. കാർ പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ചുറ്റും കുഴിയെടുത്തിരിക്കുന്നു. ചേർത്തല 11-ാം മൈലിന് സമീപമായിരുന്നു റോഡ് പണിക്കാരുടെ വിചിത്ര ജോലി. നമുക്ക് വണ്ടി തിരിച്ചു കിട്ടുക എന്നായിരുന്നു പ്രധാന കാര്യം. വണ്ടി കിട്ടി. ഇനിയും ഇതേപോലെ ആരെങ്കിലും അറിയാതെ കൊണ്ട് അവിടെ പാർക്ക് ചെയ്യുന്നല്ല, അത് അബദ്ധം വെച്ചാൽ ചെയ്തു പോകണം. അത്ര സ്ഥലം കിടന്ന കാരണം അവരിപ്പോൾ നോ പാർക്കിംഗ് ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് അങ്ങോട്ട് കയറിയത്. യുവാവിന് പണി കൊടുത്ത ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾക്കെതിരെ നാട്ടുകാരും രംഗത്തെത്തി. വലിയ ബഹളമായി. ഒടുവിൽ മാരാരിക്കുളം പോലീസ് സ്ഥലത്തെത്തി. കരാറുകാരെ വിളിച്ചു വരുത്തി കുഴി മണ്ണിട്ട് മൂടിച്ച ശേഷം വാഹനം പുറത്തെത്തിച്ചു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണനുണ്ട് ആലപ്പുഴയിൽ നിന്ന്. രഘു, ഇത് ഒരു പണി കൊടുക്കുന്ന പോലത്തെ കുഴിയെടുക്കലായി പോയല്ലോ. ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. റോഡിനനുസരിച്ച് അല്ലെങ്കിൽ നേരെ പോകേണ്ട കാന പല രീതിയിലൊക്കെ വളഞ്ഞു പുളഞ്ഞും പണിതിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു കാഴ്ചയാണിതല്ലേ? നമ്മൾ തന്നെ പലപ്പോഴും വാർത്ത കൊടുത്തിട്ടുള്ളതാണ് രസകരമായ ടാറിങ്ങിനെ കുറിച്ച്. കാരണം ഒരു റോഡിൻ്റെ സ്ഥലത്ത് അല്ലെങ്കിൽ റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൻ്റെ ചുറ്റും ടാർ ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ് നിർത്തിക്കൊണ്ട് ടാർ ചെയ്യുക, അങ്ങനെ രസകരമായ ടാറിങ്ങും പലപ്പോഴും നമ്മൾ വാർത്ത തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു രസകരമായ സംഭവമല്ല, പക്ഷേ ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു 8-ന്റെ പണിയാണ് കിട്ടിയത്. അയാൾ ഓഫീസിലേക്ക് പോകുമ്പോഴാണ് അയാളുടെ വാഹനത്തിൻ്റെ പെട്രോൾ തീരുന്നത്. അയാൾ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് വാഹനം ഒതുക്കിയിട്ട് തിരിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോൾ എടുത്തുകൊണ്ട് പോകാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇട്ടത്. പക്ഷേ ഏതോ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു തൊഴിലാളി അവിടെ ഉണ്ടായിരിക്കാം. അയാളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനസിക രോഗമുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ ദ്രോഹിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്ന ആളുകൾ വല്ലതും ആയിരിക്കാം. എന്തായാലും അവർ വന്നിട്ട് വാഹനത്തിൻ്റെ ചുറ്റും ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് കുഴിയെടുത്തു. ഇത് കണ്ടപ്പോൾ തന്നെ നാട്ടുകാർക്ക് അതിൻ്റെ അടുത്തുള്ളൊരു അസ്വാഭാവികത തോന്നി. ഈ യുവാവ് തിരിച്ചു വന്നപ്പോൾ നാട്ടുകാരെയൊക്കെ കൂട്ടി വളരെ വലിയൊരു വലിയ ബഹളം അവിടെ ഉണ്ടാക്കി. ഇതിനെ തുടർന്നാണ് പോലീസ് എത്തി ഈ കരാറുകാരെ വിളിച്ചു വരുത്തി വീണ്ടും നമ്മുടെ JCB ഒക്കെ കൊണ്ടുവന്ന് വാഹനത്തിന് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറ്റിയിട്ടാണ് വാഹനം പുറത്തെടുത്തത്. എന്തായാലും ഇനി ദേശീയപാതയുടെ ഒക്കെ നിർമ്മാണം നടക്കുകയാണ്. അതുകൊണ്ട് വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് പോകുന്നവർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെയുള്ള സൈക്കോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ വാഹനം നിർത്തിയിട്ടിട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നിതിൻ എന്നയാൾക്ക് കിട്ടി, അത് പരിഹരിക്കപ്പെട്ടു. അപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക എന്നാണ് രഘു പറഞ്ഞത്. ശരി രഘു.